ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഈ വളവുകളുള്ള റോട്ടിലൂടെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ വളവുള്ള റോട്ടിൽ ഓടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയില്ല. അതേപോലെ തന്നെ സ്പീഡ് കൺട്രോളിലായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റോട്ടിലൂടെ നമുക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെടുക്കുന്ന പോലെ തന്നെ വണ്ടി കറക്റ്റായിട്ട് ഞാൻ ക്ലച്ചും ബ്രേക്കൊക്കെ ചവിട്ടി, അതേപോലെ തന്നെ സീറ്റ് അതേപോലെ തന്നെ കണ്ണാടികൾ മിറേഴ്സൊക്കെ കറക്റ്റാക്കി ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ടു. ഹാൻഡ് ബ്രേക്ക് താത്തി. ഓക്കെ, ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ്. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുകയാണ്. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്ത് ഹാഫ് ക്ലച്ചിലായതിനു ശേഷം ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുത്ത് ആക്സിലേറ്ററിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇൻഡിക്കേറ്റർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ റോട്ടിലേക്ക് കയറുകയാണ്. ഞാൻ മിറേഴ്സൊക്കെ നോക്കിയിട്ട് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ റോട്ടിലേക്ക് കയറി. അതിനുശേഷം ഞാൻ ഈ പോകാൻ പോകുന്നത് വളവുകളുള്ള റോട്ടിലേക്കാണ്. ഞാൻ നേരെ വളവുകളുള്ള റോട്ടിലേക്ക് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കയറുകയാണ്. ഓക്കെ, ഈ റോഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള റോഡാണ്. ഓക്കെ, നല്ല വളവുകളാണ്. സോ ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റി നേരെ പോവുകയാണ്. നേരെ അപ്പോൾ ഇങ്ങനെ വളവുകളുള്ള റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്ന്, ഫസ്റ്റ് നമ്മൾ നന്നായി ഹോൺ അടിക്കും. ഹോൺ മുഴക്കിയിട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഹോൺ നന്നായി കൊടുക്കും. ഇപ്പോൾ തേർഡ് ഗിയറിലാണ്. സോ ക്ലച്ച് ചവിട്ടി ഞാൻ സ്പീഡ് കുറച്ച് സെക്കൻഡ് ഗിയറിലേക്ക് വരികയാണ്. ഓക്കെ, സ്പീഡ് നന്നായി കുറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആ സ്പീഡിൽ വണ്ടി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡ് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഗിയർ ഡൗൺ ചെയ്തു. അതിനുശേഷം ഞാൻ ഹോൺ അടിച്ച് പതുക്കെ എന്ത് ചെയ്യുക, സ്റ്റിയറിംഗ് പതുക്കെ ഞാൻ തിരിച്ചു കൊടുക്കുക. ഓക്കെ, ആവശ്യത്തിന് മാത്രം തിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ലെവലാക്കുക. ഇവിടെ ആക്സിലേറ്റർ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം നമ്മൾ സെക്കൻഡിൽ തന്നെ എന്തുണ്ട്, ഒരു സ്പീഡ് ഉണ്ട്. അപ്പോൾ ആ സ്പീഡിൽ തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സ്പീഡിൽ നന്നായി കുറവാണെങ്കിൽ ശേഷം ആക്സിലേറ്റർ കൊടുക്കുക. അപ്പോൾ മുന്നോട്ട് പോകാതെ അടുത്ത വളവ് വരികയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും സെക്കൻഡിൽ പോയാൽ മതി, റിസ്ക് എടുക്കരുത്. കാരണം നന്നായി ഹോൺ അടിക്കാൻ നോക്കുക. സ്പീഡ് കുറച്ച് ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ച് ക്ലച്ച് ആവശ്യത്തിന് മാത്രം ചൂണ്ടി കൊടുത്താൽ മതി. ബ്രേക്കും അതേപോലെ തന്നെ ആവശ്യത്തിന്. ഇനി സ്പീഡില്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് പതുക്കെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വളവുകളിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റിയറിംഗ് ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ മറ്റേ വളവുകളുള്ള റോട്ടിലൂടെ പോയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ സ്റ്റിയറിംഗ് ഏത് രീതിക്ക് നമുക്ക് സ്റ്റിയറിംഗ് ഓക്കെ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, സ്പീഡ് കുറച്ച് ക്ലിയർ ആക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം സ്പീഡ് കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റോ സെക്കൻഡോ യൂസ് ചെയ്യുക. വലിയ വളവുകളൊക്കെ ഫസ്റ്റോ സെക്കൻഡോ യൂസ് ചെയ്യുക. അല്ല ചെറിയ വളവൊക്കെ ആണെങ്കിൽ തേർഡിലും ഫോർത്തിലൊക്കെ പോകാൻ അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ സ്പീഡ് കുറച്ച് ഓടിക്കാൻ നോക്കുക. എക്സ്പീരിയൻസ് ആയവർ എങ്ങനെ വേണമെങ്കിലും ഓടിക്കും. പക്ഷേ ഫസ്റ്റ് ഓടിക്കുന്നവരെന്ത് ചെയ്യുക, പതുക്കെ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും